എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അതൊരു 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന ആ ഒരു കാലഘട്ടം വരെ ഏറ്റുമാനൂർ ഗ്രാമം ആ അമ്പലത്തിൻ്റെ വാതിക്കലുള്ള ഗ്രൗണ്ടിൻ്റെ ആ ഭാഗത്തായിട്ട് റോഡിൻ്റെ സൈഡിൽ ചന്ത തിങ്കളാഴ്ച വ്യാഴാഴ്ച രാവിലെ ചന്ത കൂടുമായിരുന്നു. അപ്പോൾ ആ ഏറ്റുമാനൂർ പരിസര പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ കാണക്കാരി, കോതനെല്ലൂർ, വെമ്പള്ളി, പിന്നെ കടപ്പൂര്, പേരൂര്, പുന്നത്തറ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നായിട്ടൊക്കെ ഈ കൃഷിക്കാർ അവരുടെ കാർഷിക വിളകൾ വെള്ളരിക്ക, മത്തങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, പടവലങ്ങ അങ്ങനെയുള്ള പച്ചക്കറികൾ, സാധനങ്ങൾ, ചേമ്പ് ഈ വക സാധനങ്ങളൊക്കെ ആയിട്ട് വിൽക്കാനിട്ട് വരും. ചിലപ്പോൾ ഈ ചട്ടി, കലം ഇങ്ങനെയുള്ള പാത്രങ്ങൾ കാണും. ഇതൊക്കെ ആയിട്ടൊക്കെ വന്നിട്ട് വിൽക്കാൻ വരുന്ന ആൾക്കാർ ഒരു 7-8 മണിയാകുമ്പോൾ തുടങ്ങിയിട്ട് 7 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയിട്ട് വൈകിട്ട് ഉച്ചയ്ക്കൊരു 10-10:30 ആകുമ്പോഴത്തേക്കും, രാവിലെ തന്നെ ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് കച്ചവടം കഴിയും. ഇവർ കിട്ടിയ പൈസ ലാഭമൊക്കെ ആയിട്ട് പിരിഞ്ഞു പോകും. അങ്ങനെ എല്ലാ ആഴ്ചയിലും ചന്ത നടക്കുമായിരുന്നു. ഇപ്പം അത്തരം ചന്തകൾ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഇപ്പം എല്ലാവരും കടകളിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കല്ലേ. ഇത് ആഴ്ച തോറുമുള്ള ചന്തകൾ. അപ്പം അങ്ങനെയുള്ളൊരു ചന്തകളിൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഓരോ ഗ്രാമത്തിനും അല്ലെ ഓരോ ദേശത്തിനും അതിൻ്റെതായ ചില കവികളൊക്കെ ഉണ്ടായിരുന്നു. ഈ കവികൾ യാതൊരു കവിത്വമുള്ള കവിതാമൂല്യമുള്ള കവിതയൊന്നും ആയിരിക്കില്ല ഇവർ എഴുതുന്നത്. പക്ഷേ വരിയൊപ്പിച്ച് ഇതൊക്കെ താളമൊക്കെ ഒപ്പിച്ചൊക്കെ ഇവർ എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടിയിട്ട് ഇവർ കവികളാണെന്ന് ഭാവിച്ചുകൊണ്ട് നടക്കും. അതിൽ തന്നെ ചിലർ ഹാസ്യ കവികളെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു കഥാപാത്രം സരസ ഗായക കവി ആനച്ചാൽ കൃഷ്ണനാശാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. ആ കഥാപാത്രത്തെ പറ്റി പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. പടം 1964 റിലീസായ ആദ്യ കിരണങ്ങൾ എന്ന് പറഞ്ഞ പടമായിരുന്നു. ഈ ആദ്യ കിരണങ്ങളുടെ റൈറ്റർ എഴുതിയിരിക്കുന്ന ആള് നോവൽ എഴുതിയിരിക്കുന്ന പാറപ്പുറത്താണ്. പാറപ്പുറത്ത് KE മത്തായി എന്ന് പറഞ്ഞ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കുറച്ചൊന്ന് നമ്മുടെ അരനാഴിക നേരം എന്ന് പറഞ്ഞ മഞ്ഞുലാസിൻ്റെ പടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാറപ്പുറത്ത് KE മത്തായി എന്ന് പറഞ്ഞ പട്ടാളക്കാരനായിരുന്നു. പട്ടാള ജീവിതത്തിൽ ഒന്നാന്തരം നോവലുകൾ, കഥകളൊക്കെ എഴുതിയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു പ്രസിദ്ധിയോ അല്ല പ്രാധാന്യമോ അവാർഡുകളോ ഇതൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ അരനാഴിക നേരം പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു നോവലായിരുന്നു ഈ ആദ്യ കിരണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആനച്ചാൽ ഒരു സഹ്യപർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ എവിടെയോ ഉള്ള ഒരു വനപ്രദേശത്തെ ഒരു ഓണംകേറാമൂല ഒരു കുഗ്രാമമായിട്ടുള്ള ആനച്ചാൽ എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ കഥയായിട്ടാണ്. ഗ്രാമത്തിൻ്റെ തലവല്ല ഗ്രാമ മുഖ്യനായിട്ട് വരുന്ന ഗ്രാമത്തിലെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് ഏറെക്കാലമായിട്ടിരിക്കുന്ന ആൾ PJ ആൻ്റണിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് നമ്മുടെ ഫിലോമിന, ആനപ്പാറ അച്ചമ്മയൊക്കെ ആയിട്ട് വന്നില്ല, ഫിലോമിന ചേച്ചിയാണ് ഈ PJ ആൻ്റണിയുടെ ഭാര്യയായിട്ട് ആദ്യ കിരണങ്ങളിൽ വരുന്നത്. അവരുടെ മൂത്ത മകനാണ് കുഞ്ഞൂട്ടി, സത്യൻ പ്രതിദാനം ചെയ്യുന്ന കഥാപാത്രം. അതിൽ ഒന്നാന്തര ഒരു റൗഡിയാണ്, മദ്യപൻ, കൂട്ടും കൂടി ഇങ്ങനെ നടക്കും. പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല. പുള്ളിയുടെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീട്ടുകളിയുണ്ട്, കള്ളുകൂടിയുണ്ട്. പിന്നെ കാട്ടിൽ കയറിയിട്ട് വനപ്രദേശമാണല്ലോ, കാട്ടിൽ നിന്ന് തടി വെട്ടിയിട്ട് രഹസ്യമായിട്ട് ഈ വനവകുപ്പൊന്നും അറിയാതെ അല്ലെ അവിടുത്തെ ഉദ്യോഗസ്ഥരറിയാതെ കച്ചവടം ചെയ്യുക. ആ കാശിന് പിന്നെ അയലോകത്തുള്ള വല്ല പറമ്പിൽ കോഴി നിൽക്കുന്നുണ്ട്, കോഴിയെ വെടിവെക്കുക, മുയലാണെന്ന് കരുതി വെടിവെച്ചാന്ന് പറയും. അങ്ങനെ ഇതിനെ പിടിച്ച് അതിനെ കറിവെച്ച് തിന്നുക. ഇങ്ങനെയൊക്കെയുള്ള ഈ അലമ്പ് കൂട്ടത്തിൽ നടക്കുന്ന പുള്ളിക്ക് പറ്റിയ കുറെ കൂട്ടുകാരുണ്ട്. SP പിള്ള ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട് അവറാൻ എന്നുള്ളത്. പിന്നെ ബഹദൂറുണ്ട്. അപ്പോൾ ഈ സത്യൻ്റെ കഥാപാത്രത്തിന് ഒരു അനിയനുണ്ട്, പാപ്പച്ചൻ എന്ന് പറഞ്ഞ മധുവാണ് ആ വേഷം ചെയ്യുന്നത്. മധു സിംഗപ്പൂരാണ്. ഈ കഥയുടെ തുടക്കം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സിംഗപ്പൂരിൽ നിന്ന് ഇയാൾ തിരിച്ചു വരും, മധു തിരിച്ചു വരുന്നതൊക്കെയുണ്ട്. അപ്പോൾ സന്തുഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഈ മകൻ്റെ ഈ വെള്ളാടി കാര്യത്തിലൊക്കെ അവർക്ക് താല്പര്യക്കുറവൊക്കെ ഉണ്ട്. അവിടുന്ന് ഇയാളെ പെണ്ണ് കെട്ടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നതും ഇയാൾ പെണ്ണ് കാണാനായിട്ട് കൂട്ടുകാരൻ ഉറ്റതോഴനായിട്ടുള്ള SP പിള്ളയുടെ കൂടെ ആണ് പോകുന്നത്. സൈക്കിൾ വെട്ടി പോകുന്നതും വെള്ളം അടിക്കുന്നതും വഴിയെ പോയൊരു പെണ്ണിനുണ്ടെങ്കിൽ അലമ്പാവും. അങ്ങനെ അവസാനം പെണ്ണ് കാണുന്ന വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പറയുന്ന ഈ വഴി വെച്ച് അലോഹ്യമുണ്ടാക്കി ആ പെണ്ണിനെ തന്നെയാണ് ഇവർ കാണാൻ പോയിരിക്കുന്നത്. ആ പെണ്ണ് KR വിജയാണ് വേഷം ചെയ്യുന്നത്. അത് ആ പെണ്ണിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വിടും. അവര് തിരിച്ചു പോരും. സത്യൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കും, അംബിക എന്ന് പറയുന്ന നടി അംബിക കല്യാണം കഴിക്കും. അതിൽ അവർക്കൊരു കുട്ടി ഉണ്ടാകും. ആ കുട്ടി രസമാണ് കേട്ടോ. അത് ഈ പടത്തിന്റെ സംവിധായകൻ V. ഭാസ്കരന്റെ. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പ് ഒരു പടത്തെക്കുറിച്ച് പറഞ്ഞില്ല, അമ്മയെ കാണാൻ എന്ന് പറഞ്ഞ ചിത്രസാഗറിന്റെ ഒരു പടം 63 ഇറങ്ങിയത്. അത് കഴിഞ്ഞ് അടുത്ത വർഷം 1964 ഇറങ്ങിയ പടമാണ് ആദ്യ കിരണങ്ങൾ എന്ന് പറഞ്ഞ് ചിത്രസാഗറിന്റെ ബാനറിൽ ഈ V. അബ്ദുള്ള, ഭാസ്കരൻ മാഷും ചേർന്ന് നിർമ്മിച്ച പടമാണ്. ടൈറ്റിൽ എനിക്ക് തോന്നുന്ന അബ്ദുള്ളയുടെ പേര് മാത്രമേ ഉള്ളൂ. ഇവര് എടുത്ത പടമാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത്
ഇത് പി ഭാസ്കരൻ മാഷ് തന്നെയാണ്. ഈ സത്യനും അംബികയ്ക്കും കൂടെ ചേർന്ന്, ഞാൻ പറഞ്ഞില്ലേ പഴയ അംബിക എന്ന് പറഞ്ഞില്ലേ, ആ അംബികയുടെ സത്യനും കൂടെ ചേർന്നിട്ടുണ്ടായിരിക്കുന്ന മകനായിട്ട് നല്ല കൗതുകമുള്ള ഓമനത്തുള്ള ഒരു പയ്യനുണ്ട്. ആ പയ്യനെ വെച്ചുകൊണ്ടാണ് ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്ക് പൊന്തിയ നേരത്ത് മുരിക്കും തയ്യേ നിന്നുടെ ചോട്ടിൽ, ആ പാട്ട് രംഗത്തൊക്കെ വരുന്നതാണ് ഈ പയ്യൻ എന്ന് പറഞ്ഞത്. പിന്നെ മുത്തിയമ്മ മുട്ടയിട്ട് ഊഞ്ഞാലെ പൊന്നൂഞ്ഞാലെ എന്ന് പറഞ്ഞൊരു താരാട്ട് പാട്ടുണ്ട്. ആ സീനിലൊക്കെ വരുന്നതാണ് ഈ കുട്ടി എന്ന് പറയുന്നത്. രസമുള്ള പടത്തിൽ ത്രൂ ഔട്ട് ആ കുട്ടിക്ക് ഒരു പ്രാധാന്യമുള്ള, കുട്ടിയെ വെച്ചുകൊണ്ട് ഇവർ കുട്ടിയെ ദേഷ്യപ്പെടുന്നു, അടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സത്യനടിക്കുന്നൊക്കെ ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഈ പയ്യൻ തന്നെ, അതായത് ഈ ഭാസ്കരൻ മാഷുടെ മകനാണ് അജിത്ത്, മാസ്റ്റർ അജിത്ത് എന്നുള്ള പേരിലാണ് വന്നിരിക്കുന്നത്. ഈ പയ്യൻ തന്നെയാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ, പണ്ട് സത്യൻ അഭിനയിച്ച പടമുണ്ട് കായംകുളം കൊച്ചുണ്ണി. ആ കായംകുളം കൊച്ചുണ്ണിയുടെ മകനായിട്ടാണ് ഒരു പയ്യനായിട്ട് അതിൻ്റെ അകത്തും വന്ന് കണ്ടിട്ടുണ്ട്. രസമായിരുന്നു. അന്ന് ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഇച്ചിരൂടെ മുതിർന്നിട്ടുണ്ട്, രസമായിട്ടിരിക്കുന്ന പയ്യനായിട്ട് അതിലും കണ്ടിട്ടുണ്ട്. നല്ല ഒരു കാസ്റ്റിംഗ് ആയിരുന്നു അത്. പിന്നെ അപ്പം ഇങ്ങനെ വരുന്ന ഈ കുടുംബം, അതിൽ ഈ അന്നൊക്കെ ഞാനിത് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, അന്നത്തെ ഗ്രാമം അല്ലെ നാട്ടുകാർ സാമൂഹ്യ വ്യവസ്ഥിതി എങ്ങനെയായിരുന്നു ഒക്കെ ഉള്ള അറിയാനായിട്ടും കൂടെ ഉള്ളൊരു ശ്രമമാണ് ഇതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണിത്. അന്നൊക്കെ ഗ്രാമസേവിക എന്ന് പറഞ്ഞ ഒരു സർക്കാർ ഒരു വകുപ്പുണ്ടായിരുന്നു, ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു, സർക്കാരിൽ നിന്ന് വിടുന്ന ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. ഗ്രാമസേവിക എന്നാണ് അവരുടെ പേര്. അവർ ഗ്രാമങ്ങൾ തോറും ഓരോരോ ഗ്രാമത്തിലേക്കായിട്ട്, അല്ലെങ്കിൽ ഒരു 3-4 ഗ്രാമം കൂടുന്നിടത്തേക്കായിരിക്കും അങ്ങനെ ഒരു ഗ്രാമസേവികയെ വിടും. അവരവിടെ എവിടെയെങ്കിലും മറ്റു നാട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും വരുന്നതായിരിക്കും, അവിടെ താമസിച്ചുകൊണ്ട് ആ ഗ്രാമത്തിൻ്റെ ശുചിത്വം, ആരോഗ്യം, അവിടുത്തെ ബാക്കിയുള്ള വിദ്യാഭ്യാസ നിലവാരം, പിന്നെ അവിടുത്തെ കാർഷിക കാര്യങ്ങൾ സഹായിക്കൽ, പിന്നെ സ്ത്രീകളെ തയ്യൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ പോലുള്ള കാര്യങ്ങളിൽ അവരെ ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രാമസേവിക എന്നാണ് ആ തസ്തികയുടെ പേര്. ഇപ്പോൾ അത്തരം തസ്തിക ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല, ഒരു യുവതി, അത് ആ വേഷം ചെയ്യുന്നത് കെയർ വിജയാണ്. ഈ കെയർ വിജയ ഈ ഗ്രാമത്തിലേക്ക് വരുന്നതും അങ്ങനെ ഈ നാടിനെ ഇവര് ഈ സത്യൻ്റെ മദ്യപാന ഇത് മാറിപ്പോകുന്നതും, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളും, പിന്നെ അവിടെ സാമൂഹ്യമായിട്ടുള്ള പുരോഗതി വരുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള, പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളും, ഒരു ഗ്രാമത്തിൽ സംഭവിക്കാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് പറയുന്നതും, അതിൻ്റെ ഫലമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, ഈ വനം തീ വയ്ക്കുന്നത്, വനത്തിൻ്റെ തടി മൂട്ടിക്കുന്നത്, ആൾക്കാരുടെ സ്വഭാവം, ഇങ്ങനെയൊക്കെയുള്ള കുറേയേറെ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ വരുന്നത്. ഇതിൽ ഞാൻ പറയാൻ കാര്യം, ഈ ചന്തയിൽ, ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നു ചന്തയിൽ ചില ലോക്കൽ കവികൾ, അതായത് ആ നാടിൻ്റെതായ, അത് ഒരു 5-6 ഗ്രാമങ്ങൾ കൂടുന്നിടത്തായിരിക്കും ചിലപ്പോൾ ഇതുപോലത്തെ ഒരു കവി ഉണ്ടാകുക. അപ്പം ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ പുള്ളി വീട്ടിലിരുന്ന് കവിത എഴുതിയിട്ട് ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കും. പഴയ സിനിമാ പാട്ട് പുസ്തകങ്ങൾ കണ്ടിട്ടില്ല, 8-10 പേജേ കാണുള്ളൂ, 2-3 കടലാസ് ചേർത്തിട്ട് ഒന്ന് സ്റ്റേപ്പിൾ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന കവിത അല്ലെങ്കിൽ പദ്യം എന്ന് പറയുന്ന, പദ്യമല്ല, ഇവർ കവിതയിൽ തന്നെയാണ്, ഇവർ കവി എന്നാണ് ഇവർ സ്വയം അവരെ വിശേഷിപ്പിക്കുന്ന, അവരെ അവകാശപ്പെടുന്നത്. അപ്പം അങ്ങനെ കവിത, ഇത് 5 പൈസ അല്ലെ 10 പൈസ 8 പൈസ 6 പൈസ വില, അന്ന് പൈസയുടെ മൂല്യം അത്രയ്ക്കുണ്ട്. അപ്പം ഈ 5 പൈസയുടെ ഒക്കെ ഒരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ പല പാട്ടുപുസ്തകത്തിലും 10 പൈസ 12 പൈസ എന്നൊക്കെ പറഞ്ഞ്, മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൻ്റെ വില 13 പൈസയെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ 13 പൈസയായിട്ടുള്ള ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ പുസ്തകങ്ങൾ വിൽക്കാൻ വരുന്ന ചില കക്ഷികളുണ്ട്. അതിൽ ഈ പടത്തിൽ നേരത്തെ പറഞ്ഞു, പടവുമായിട്ട് യാതൊരു ബന്ധവും, പടത്തിലെ കഥയായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും നമ്മളെ രസിപ്പിക്കുന്ന കുറേയേറെ കഥാപാത്രങ്ങൾ. ചിലപ്പോൾ പലപ്പോഴും അത് ബോറടിപ്പിക്കലായിരിക്കും, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വില കുറഞ്ഞ ഹാസ്യവും ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇത് അത്ര യാതൊരു കുഴപ്പവും ഇല്ലാതെ വളരെ രസമായിട്ട് വന്നിരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ഈ കൃഷ്ണനാശൻ. അതായത് ആനച്ചാലിലുള്ള സരസ ഗായക കവി ആനച്ചാൽ കൃഷ്ണനാശാൻ എന്നാണ് പുള്ളി സ്വയം വിശേഷിപ്പിക്കുന്നത്. പുള്ളി ഇതുപോലെ ഇവരെ സംഭവം എന്ന് പറഞ്ഞാൽ, ഇവര് ഇപ്പോൾ ഒരു അപകടം ഉണ്ടായി, ഒരു ബസ് അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ലോറി അപകടം ഉണ്ടായി, അല്ലെങ്കിൽ വേറെ കപ്പൽ കൊച്ചി തുറമുഖത്ത് വന്ന് അടുത്തു. അപ്പം അതിനെക്കുറിച്ച് പാട്ടെഴുതും. ഒരു പട്ടണം, കോട്ടയം പട്ടണം കണ്ടു കഴിഞ്ഞിട്ട് കോട്ടയം പട്ടണത്തെക്കുറിച്ച് ഒരു കവിത എഴുതുക. പിന്നെ ഇപ്പം ഒരു നാട്ടിലൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച്, ഇപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, സ്വാഭാവികമായിട്ട് ഗർഭത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു കവിത എഴുതി പുസ്തകമായിട്ട്
ഇത് പ്രസിദ്ധീകരിക്കുക. വഞ്ചനയുടെ പുഞ്ചനിലം അഥവാ ഇഞ്ചിഞ്ചായി മരിച്ച കുഞ്ചുകുട്ടി വെറും 6 പൈസ, 5 ദിവസമേ ആയുള്ളൂ അച്ചടിച്ചിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തുകൊണ്ടായിരിക്കും ഇവർ ഈ പുസ്തകം വയ്ക്കുന്നത്. ആനച്ചാൽ ചന്ത അഥവാ ആനന്ദോത്സവം, ഇയാളുടെ ജീവിക്കുന്ന സ്ഥലമാണല്ലോ, അയാളുടെ ഗ്രാമമാണ് ആനച്ചാൽ എന്ന് പറയുന്നത്. അപ്പൊ ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് തന്നെ പുള്ളി ഒരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഇരിക്കുക. അപ്പൊ അവിടുത്തെ ആൾക്കാരെ ഈ ചന്ത കഴിഞ്ഞ് പോകുന്നവരല്ലേ, ചന്തയിൽ വരുന്നവർ സാധനം വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ വരുന്നവര് ഇത്തരം ഈ പാഠപുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോകും. അത് അവർക്കും ഒരു രസം. മറ്റ് എന്റർടൈൻമെന്റ് ഒന്നും അന്നില്ലായിരുന്നു. സിനിമകളുടെ എണ്ണം പോലും വളരെ കുറവാണ്. ഈ വൈകുന്നേരങ്ങളിലോ കൂട്ടം കൂടിയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കൂടെ, നമ്മുടെ കള്ളിച്ചെല്ലമ്മ എന്ന് പറഞ്ഞ പടയില്ലേ, പത്മരാജൻ സാറ് പപ്പേട്ടൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പപ്പേട്ടന് ചെറിയ വയസ്സിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പുള്ളിയോട് പറഞ്ഞ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുകയല്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു അത് കേൾക്കാനായിട്ട്. അപ്പം അതിൽ ഈ അടൂർ ഭവാനിയാന്ന് തോന്നുന്നു, അതിലിരുന്നിട്ട് ഒരു കപ്പ വിൽപ്പനയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഇവരിരുന്നിട്ട് വൈകിട്ട് പെണ്ണുങ്ങളെല്ലാം കൂട്ടി ഇരുന്നിട്ട് പാട്ട് പാടുന്നുണ്ട്. കൊതളങ്ങാതിന്നു മരിച്ച എന്നൊക്കെ പറഞ്ഞ് പുസ്തകം നോക്കി വായിക്കുന്നത്. അപ്പം അതൊക്കെ അവിടെ ആ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം പുസ്തകങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പം ഇതിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ പലരും ഇത്തരം പാട്ടുകൾ, കോട്ടയം പട്ടണത്തെക്കുറിച്ച്, അത് ഏതോ ഒരു ബിജുമേനോൻ അഭിനയിച്ച ഒരു സിനിമയിൽ എന്നിട്ട് വന്നിട്ട്, കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. ഇതിൽ ഈ ആനച്ചാൽ നാട്ടിലുള്ള ചന്തയിലേ, ആനച്ചാൽ നാട്ടിലുള്ള ചന്തയിലെ കലോല തുല്യയാകും മെയ്യിലെഴുന്ന മങ്കെ മെല്ലെ നടന്നു വാടി നെല്ല പീസാണിവിടെ. ഫാസി പാടുന്ന പാട്ടുണ്ട്. അത് ഇത് ഇതിനകത്ത് കവിതാ മൂല്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, സംഗീത മൂല്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, താളമൂല്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എന്നെ പോലുള്ളവർക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ടെന്നുള്ള പാട്ടിൽ ഇത് പോപ്പുലറായിരുന്നു. ഈ പടത്തിലെ പാട്ടുകൾ ഇതുപോലെ വരുന്ന, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഒരു ലോറി അപകടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, കാറ് ലോറി കാറി കയറി മറിഞ്ഞു എന്നിട്ടാരും ചത്തില്ല, ഒരു കവിതയാണ്. അപ്പൊ ഇത്തരം പാട്ടുകൾ. പിന്നെ അപ്പൊ ഇങ്ങനെ ഈ പാട്ടുപുസ്തകങ്ങൾ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഇയാള് സത്യന്റെ കഥാപാത്രം കുഞ്ഞൂട്ടി വരുന്നുണ്ട്. കുഞ്ഞൂട്ടി, കൃഷ്ണാശാനെ എന്താ ഇന്നത്തെ കച്ചവടം, ഏതാ പുസ്തകം എന്നൊക്കെ ചോദിക്കുമ്പം, ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചെന്നാൽ, ഇത്തരം സംഭവങ്ങൾ, ഇത്രയും രസകരമായിട്ടുള്ള ഒരു കഥാപാത്രം, ഇത്രയും പാട്ടുകൾ, ചെറിയ ചെറിയ ബിറ്റ് പാട്ടുകളാണ് അതിലേറ്റവും. ഇതെല്ലാം പെട്ടെന്ന് പടം റിലീസായി ഉടനെ തന്നെ ഈ പാട്ടുകളെല്ലാം ഹിറ്റ് ആവുകയും ചെയ്തു. ഇൻസ്റ്റന്റ് ഹിറ്റ് എന്ന് പറയാൻ പറ്റുന്ന ലെവലിലുള്ള ഇത്തരം പാട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല, ഞാനന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ശശിയൊക്കെ ഉണ്ടായിരുന്നു. ശശിയൊക്കെ ഈ പാട്ട് ഞാനും ഒക്കെ പാടുമായിരുന്നു. ഈ ആനച്ചാൽ നാട്ടിലുള്ള ചന്തയിലെന്ന് പറയുന്ന പാട്ട്, കത്തിമണി പിഞ്ഞാണം യന്ത്രങ്ങൾ വിസ്കി കത്തുന്ന തീപ്പെട്ടി മണ്ണെണ്ണ മന്മൽ, ഇതൊക്കെ നേരത്തെ ഇങ്ങനെ പാടി കേട്ടിരുന്ന പാട്ടുകൾ. എന്നാൽ ഈ പടം വരുന്ന സമയത്ത് എൻ്റെ കൂട്ടത്തിലുള്ള പല കുട്ടികളും പാടിക്കൊണ്ട് നടന്നിരുന്ന ഒരു പാട്ടാണ്, വളരെ ഹിറ്റായിരുന്നു. പിന്നെ ഇതുണ്ട്, കുഞ്ഞുകുട്ടിയെ പറ്റി, അതായത് ഈ സത്യന്റെ കഥാപാത്രത്തെ കുറിച്ച് ഒരു പാട്ട് പാടാവെന്ന് ചോദിക്കുമ്പോൾ, അല്ലെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഓൾറെഡി എഴുതി വെച്ചിരിക്കുവാണ് എന്ന് പറഞ്ഞ് സത്യന് ഇച്ചിരി പേടിയുണ്ട് ഈ പുള്ളിക്ക്. ഇതിൽ ഈ അടൂർ ഭാസിയാണ് ഈ കൃഷ്ണനാശാന്റെ വേഷം ചെയ്യുന്നത്. അടൂർ ഭാസിയുടെ കൂട്ടത്തിൽ പാട്ട് പാടാനായിട്ട് പുള്ളിയുടെ തന്നെ 2 മക്കളുണ്ടെന്ന് പറയും. ഒന്ന് നമ്മുടെ പപ്പുവേട്ടനാ, കുതിരോട്ടം പപ്പു. പിന്നെ ഒന്ന് ഗോപി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. ഭരത് ഗോപി എന്നല്ല കേട്ടോ, പഴയ ഒരു ഗോപിയുണ്ട്. ഈ ഗോപി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. അവരുടെ ഈ പുള്ളി പാടുന്ന തന്നെ അടൂർ ഭാസി ആദ്യമായിട്ട് പിന്നണി പാട്ട് പാടുന്നത് ഈ ആദ്യ കിരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അടൂർ ഭാസി പാടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിന്നണി പാടുന്നത് ഈ പപ്പുവേട്ടനും മറ്റേ ഈ ഗോപി എന്ന് പറയുന്ന ആളുമാണ്. കല്ലുപാലത്തിൽ കറിയാച്ചൻ തന്നുടെ ഉല്ലാസവാനാകും മല്ലനാം പുത്രൻ നെഞ്ചും വിരിച്ചു നടന്നെടുക്കും. ഈ നാടൻ ശൈലി നമ്മൾ സ്കൂളിലെ പാഠപുസ്തകത്തിലെ പാട്ടുകൾ, കവിതകളൊക്കെ പദ്യങ്ങൾ ഉച്ചരിച്ച് പാടുമായിരുന്നല്ലോ എന്ന് പറയുന്ന അടൂർ ഭാസി ഈ പാട്ടുകളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ഒരു സമ്മേളനങ്ങൾക്കൊക്കെ അധ്യക്ഷയായിട്ട് വരുന്ന ഒരു കുഞ്ഞമ്മയുണ്ട്, ശങ്കരി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ. അവരെക്കുറിച്ചൊരു പാട്ട് പാടാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ശങ്ക വിട്ടു വരുന്നല്ലോ ശങ്കരി കുഞ്ഞമ്മ, ശങ്കരി കുഞ്ഞമ്മ, തങ്കവർണ്ണ പട്ടുടുത്ത തൻകണവനൊത്ത. ഇതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് രചിച്ചിട്ട് പുള്ളി പാടുന്നതാണ്. അത്തരം കുറെ കഥാപാത്രങ്ങൾ അന്ന് പല സ്ഥലത്തായിട്ടുണ്ടായിരുന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഹിറ്റായൊരു പാട്ട്, അന്നത്തെ ഒരു പ്രധാന സംഭവം 60കളിലെ, എനിക്ക് തോന്നുന്നു 63 ആണെന്ന് തോന്നുന്നു, 63-64 ആ കാലഘട്ടത്തിലാണ്
കണ്ണൂർ ഡീലക്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ ബസ് സർവീസ് KSRTCക്കാർ തുടങ്ങി. അതായത് തിരുവനന്തപുരം തുടങ്ങി കണ്ണൂർ വരെ പോകുന്ന, ഇടയ്ക്ക് മെയിൻ സ്റ്റേഷന് എറണാകുളം അല്ലെങ്കിൽ കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ മാത്രം വണ്ടി നിർത്തും. അല്ലാതുള്ള ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റോപ്പുകളിലൊന്നും നിർത്തുക. എറണാകുളം, കോട്ടയം വിട്ടാൽ പിന്നെ എറണാകുളം വിട്ടാൽ പിന്നെ തൃശ്ശൂർ, അങ്ങനെ മേജർ സ്ഥലങ്ങളിൽ മാത്രം നിർത്തുന്ന ഒരു ദീർഘദൂര എക്സ്പ്രസ് ബസ്സിന്റെ സർവീസ് തുടങ്ങിയായിരുന്നു കണ്ണൂർ ഡീലക്സ് എന്നുള്ള പേരിൽ. അപ്പൊ അതൊക്കെ ഇവർക്ക് ചാകരയാണ്. അങ്ങനെ ഒരു ബസ്സിനെ കുറിച്ചുള്ള ഒരു കണ്ണൂര് ധർമ്മടം തലശ്ശേരി മാഹി എണ്ണം പറഞ്ഞ വടകര ബാഹി, ആ പാട്ടുകളൊക്കെ ഒത്തിരി പേര് അന്ന് പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഹിറ്റായിട്ട് വന്ന പാട്ടുകളുള്ള ഒരു കഥാപാത്രമുള്ള. ഇനി ഞാനിത് പറയാൻ കാര്യം, ഇത് കേട്ടിട്ട് നിങ്ങൾ ഈ പടം യൂട്യൂബിൽ ഈ സിനിമയുണ്ട്, തരക്കേടില്ലാത്തൊരു പ്രിന്റുമാണ്. നിങ്ങൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ആ പടത്തിൽ കാണുകയില്ല. ഇങ്ങനെ ക്യാരക്ടറും ഇല്ല. ക്യാരക്ടർ ചെറുതായിട്ട് എവിടെയോ ഒരു സ്ഥലത്തെങ്ങാണ്ട് ഒന്ന് വന്നു പോകുന്നുണ്ട്, അത്രയേ കാണിക്കുന്നുള്ളൂ. കാര്യമായിട്ട് ദാമു അങ്ങനെ പറഞ്ഞിട്ടൊരു നീ ഇപ്പം അതിലെ പോകണ്ടെന്ന് പറഞ്ഞൊരു ഡയലോഗ് മാത്രമേ അടൂർ ഭാസിക്കുള്ളൂ. അടൂർ ഭാസി ആണെന്ന് പോലും അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്തരം പല പടങ്ങളിൽ നിന്നും ഇപ്പൊ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വരുന്ന പല പടങ്ങളിൽ നിന്നും ഇതിൻ്റെ അകത്തെ പല പ്രധാനപ്പെട്ട സംഭവങ്ങളും മാറിപ്പോകുന്നുണ്ട്. ഇത് ഇപ്പം പല പാട്ടുകൾ എന്തുകൊണ്ടാണ് അവരത് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള അറിയില്ല. ഒരുപക്ഷെ ഇവർക്ക് കിട്ടിയ പ്രിന്റ് വീഡിയോ എടുത്ത് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ഇതാക്കി യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഫോർമാറ്റ് മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന ഒറിജിനൽ സബ്സ്റ്റൻസിൽ ചിലപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവില്ല, അത് വെട്ടിപ്പോയതായിരിക്കും. പഞ്ചവൻ ഗാർഡൻ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലൊരു പാട്ടുണ്ട്, ചുവപ്പ് കല്ലിൽ മൂക്കുത്തി പറഞ്ഞൊരു നല്ലൊരു ഡാൻസിന്റെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് യൂട്യൂബിൽ ഇതിൻ്റെ അകത്തില്ല, സിനിമയിലില്ല. അങ്ങനെ പല പടങ്ങളിൽ നിന്നും പല പോർഷൻസും വെട്ടിമാറി പോകുന്നിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചെറിയ പീസോ അല്ല പാട്ടിന്റെ ഒരു വരിയോ അരവരിയോ ഒക്കെ ആണെന്നല്ല, ചെറിയൊരു സംഭാഷണത്തിന്റെ ഇതുപോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫിലിം പൊട്ടിപ്പോയതെന്ന് എടുത്താൽ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഒരു ക്യാരക്ടർ അപ്പാടെ പടത്തിൽ നിന്ന് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ കഥയ്ക്ക് പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നും അടൂർ ഭാസി ചെയ്യുന്നില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഇത്തരം കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു പാട്ട് ഹൗസ് അച്ചടിച്ചിട്ട് സ്വയം പാടി, അല്ലെ 2 മക്കളെ വെച്ചിട്ട് പാടി, ഇത് വിറ്റ് 5 പൈസ 8 പൈസ 10 പൈസക്കൊക്കെയാണ് ഈ പാട്ട് ഹൗസ് വയ്ക്കുന്നത്. അന്നത്തെ പൈസയ്ക്ക് വിലയുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഉപജീവനം കഴിച്ചിരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞില്ലേ, ഈ ആനച്ചാൽ ചന്തയെക്കുറിച്ച് പുള്ളി ഒരു പാട്ടങ്ങോട്ട് എഴുതുവാണ്. അതിലെ പോകുന്നൊരു പെണ്ണിനെ കുറിച്ച്, മഞ്ജുള ഭാഷിണി ബാലെ അഞ്ജന കണ്ണാളെ കുവലയമിഴിയെ കുഞ്ഞമ്മേ നീ കൂടെ പോരാമോ പെട്ടെന്നുണ്ടാക്കുന്ന പാട്ടുകൾ. അങ്ങനത്തെ ഒത്തിരി കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ രസകരമായിട്ടുള്ള പല വസ്തുതകളും ഈ സിനിമയ്ക്കകത്ത് കാണാനില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഇതിൻ്റെ ഞാൻ തപ്പി വന്നപ്പോൾ യൂട്യൂബിൽ പാട്ടുകളുടെ കൂട്ടത്തിൽ ഈ അടൂർ ഭാസിന്റെ പാട്ടുകളുടെ ഓഡിയോ ക്ലിപ്സ് കിടപ്പുണ്ട് മുഴുവനായിട്ട്. അതുകൊണ്ട് ഒരു വീഡിയോ ഇല്ല. അങ്ങനത്തെ ഒരു സാധനം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതൊന്ന് കേട്ടു നോക്കാവുന്നതാണ്, ഈ പാട്ടിന്റെ ഒരു സ്വഭാവം അറിയാനായിട്ട്. പ്രത്യേകിച്ച് അത് വളരെ രസമുള്ള ഇതായിരുന്നു. അടൂർ ഭാസി ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള രീതിയിലും ഒരു കോമേഡിയൻ എന്നുള്ള രീതിയിലും വളരെ ഇതായിട്ട് അംഗീകാരം കിട്ടുകയും ചെയ്തിരുന്നതാണ്. ഈ ഗ്രാമസേവിക വരുന്നത് കൊണ്ടും ഗ്രാമത്തിന് നേട്ടം ചെയ്യുന്നത് കൊണ്ടും ഒക്കെ വളരെ രസകരമായിട്ട് വന്നൊരു പടമായിരുന്നു. ആ വർഷത്തെ ഏറ്റവും നല്ല മലയാള പ്രാദേശിക ഭാഷാ ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയ ഒരു പടവും കൂടെയായിരുന്നു. ഈ പ്രസിഡന്റിന്റെ നാഷണൽ അവാർഡ് കിട്ടിയൊരു പടവും കൂടെയായിരുന്നു ഈ ആദ്യ കിരണങ്ങൾ എന്ന് പറഞ്ഞത്. സത്യന്റെ ഒന്നാന്തര അഭിനയം, KR വിജയ, അംബിക, PJ ആന്റണി, ഫിലോമിന പോലുള്ളവരുടെ ഏറ്റവും നല്ല അഭിനയം. ഇതിൻ്റെ അകത്ത് പാട്ടുകൾ നല്ല അസല് പാട്ടുകളാണ്. ഇങ്ങനെ എഴുതിയിട്ട് P. ഭാസ്കരൻ മാഷ് എഴുതിയിട്ട് K. രാഘവൻ മാഷാണ് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ മുമ്പേ ഒരു പാട്ട് പറഞ്ഞു, കിഴക്ക് ദിക്കിലെ ചെന്ന, പിന്നെ ഒരു ഇത് പറഞ്ഞു, ഊഞ്ഞാല ഊഞ്ഞാല മുത്തിയമ്മ മുട്ടയിട്ടു എന്ന് പറഞ്ഞ എല്ലാം ഈ പയ്യന് വേണ്ടിയിട്ടുള്ള, മാസ്റ്റർ അജിത്തിന് വേണ്ടിയിട്ടുള്ള. പിന്നെ ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല ജന, അങ്ങനെ ഒരു ദേശീയോദ്ഗ്രഥനത്തിനുള്ള ആ ഒരു ശ്രേണിയിൽ വരുന്ന പാട്ടുകൾ വെച്ച് ഇന്നും പ്രത്യേകം എടുത്തു പറയത്തക്ക രീതിയിലുള്ള വളരെ നല്ല ഒരു പാട്ടായിരുന്നു ഈ ഭാരതമെന്നാൽ എന്ന് പറയുന്ന പാട്ട്. അത് P. സുശീലൻ കോറസുമായിട്ട് പാടിയിരിക്കുന്നതാണ് ഈ ഭാരതമെന്നാൽ എന്ന് പറയുന്ന പാട്ട്. പിന്നെ കല്യാണമോതിരം കൈമാറും നേരം കള്ള, അത് അംബിക കല്യാണം കഴിഞ്ഞിട്ട് പാടുന്നൊരു പാട്ടായിട്ട്, സത്യനെ ഓർത്തുകൊണ്ട് പാടുന്നൊരു പാട്ടായിട്ട് വരുന്നൊരു പാട്ട്. അത് P. ലീലയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. പിന്നെ മധുസാറിന് വേണ്ടിയിട്ട്, മധുസാറാണ് ഈ അനിയനായിട്ട് വരുന്നത്, സത്യൻ്റെ അനിയനായിട്ട് വരുന്ന മധുസാർ, സിംഗപ്പൂരിൽ നിന്ന് വരുന്ന ക്യാരക്ടറായിട്ട്, അയാൾക്ക് വേണ്ടിയിട്ട്
യേശുദാസ് പാടിയിരിക്കുന്ന ഒരു പാട്ടുണ്ട്. അതിപ്പോഴത്തെ പിള്ളേർ പല ഇന്നാള് ഇതിലൊക്കെ ഈ ചില ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കൊക്കെ ഇവർ കല്യാണത്തിൻ്റെ ഇതുമായിട്ട് അനുബന്ധിച്ച് വരുന്ന ഡാൻസ് ഇവരുടെ എൻജോയ് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്തുള്ള പാട്ടായിട്ട് മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാഖ പോലൊരു പെമ്പിള, ആ ഒരു പാട്ട്. പിന്നെ സുശീലയുടെ ഒരു ഗംഭീര പാട്ടുണ്ട് KR വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള, നല്ലൊരു രസമുള്ള, അത് ഭാസ്കരൻ മാഷിന്റെ ടച്ചസ് ടിപ്പിക്കലായിട്ട് വരുന്നൊരു പാട്ടാണ്. പതിവായി പൗർണമി തോറും പടിവാതിലിനപ്പുറമെത്തി കണിവെള്ളരി കാഴ്ച വയ്ക്കും കനകനിലാവേ, ഒരു നല്ല രസമുള്ളൊരു പാട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ ഒരു സംഗീത വിഭാഗം എന്ന് പറയുന്നത്. ഇതിൽ SP പിള്ള ഈ സത്യൻ്റെ ഒരു ശിങ്കടി ഇതായിട്ട് വരും. പക്ഷേ ഇത് കഴിഞ്ഞ് ഇയാളൊരു നല്ല വില്ലൻ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. SP പിള്ള ഗംഭീരമായിട്ട് ചെയ്തതാണ്. ഈ വെറും കോമഡി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ SP പിള്ളയെ കുറിച്ച് പറയുമ്പോൾ വിഷമം തോന്നും. വെറും കോമഡിയിൽ ഇതൊന്നുമല്ല, എത്രയോ നല്ല കഥാപാത്രങ്ങൾ, ക്യാരക്ടർ വേഷങ്ങൾ ചെയ്തിരുന്ന മനുഷ്യൻ. അത് ഇതിൽ യാദ്യകിരണങ്ങളുടെ സത്യനെ വിറപ്പിക്കുന്ന രീതിയിലുള്ളൊരു വില്ലൻ ക്യാരക്ടറായിട്ട് മാറുകയാണ്. അവറാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അത് ഗംഭീരമാണ്. ജോസ് പ്രകാശ് ഒക്കെ ഉണ്ട് ഈ പടത്തിൽ. അങ്ങനെ എല്ലാം കൊണ്ടും നന്നായിട്ട് വന്നൊരു പടമായിരുന്നു ഈ ചിത്രസാഗറിൻ്റെ ആദ്യ കിരണങ്ങൾ.